ഇവിടെ ഈ പാർവതീ പരമേശ്വരന്മാർ, ദേവിയും മഹാദേവനും മഹാദേവിയും ആനകളുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് കുറച്ചു നാൾ രമിക്കുകയും അതിൽ നിന്നും ആവിർഭവിച്ചതായ ഗണപതി ആണ്. ഗജമുഖനായിട്ട് തന്നെയാണ് അവിടെ ആവിർഭാവം. എന്നാൽ ശിവപുരാണത്തിൽ കാണുന്ന ഗണേശൻ മറ്റൊന്നാണ്. പാർവതി സങ്കല്പിച്ച് സൃഷ്ടിച്ചതായ രൂപമാണ്. അവിടെ അവതാര സമയത്ത് ആനയുടെ മുഖമല്ല, ഗജാനനൻ അല്ല. പിന്നീട് യുദ്ധത്തിൽ ഭഗവാൻ തന്നെ ശിരച്ഛേദം ചെയ്ത് വീണ്ടും ആ കുട്ടിയെ, ഗണേശനെ ജീവിപ്പിക്കുമ്പോഴാണ് ഗജമുഖനായിട്ട് മാറുന്നത്. അങ്ങനെ ഒരു കഥ ശിവപുരാണത്തിൽ കാണാം. ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ്, മറ്റൊരു സന്ദർഭമാണ്. അങ്ങനെ ദമ്പതികളായിട്ട് മഹാദേവനും മഹാദേവിയും വിഹരിക്കവേ ആവിർഭവിച്ചതായ ദേവൻ ഗജമുഖൻ, ഗണേശൻ എന്നാണ്. വീണ്ടും ആ രൂപം അവിടെ ഉപേക്ഷിച്ചു, പൂർവ്വരൂപത്തെ സ്വീകരിച്ചു. അങ്ങനെ ദേവിയും മഹാദേവനും കൂടിയിട്ട് ഈ ഗണേശ്വരനെ മടിയിലിരുത്തി. എന്നിട്ടാണ് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആരാണോ ഈ ഗണേശനെ നമസ്കരിക്കുന്നത് അവർക്കെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു. ത്വാമയേ നമന്തി പുരുഷ മദന്യം മമാത്മജം തേഷാം ഭവത്വഭീഷ്ടാനി ശീഘ്രം നിർവിഘ്നഭാവത ത്വാം ഗണാനാമശേഷാണാം പതി അന്യോമതാജ്ഞയ സ്വകാര്യാദൗ സമഭ്യർച്ച്യ സ്വാഭീഷ്ടം പ്രാപ്നുയാ ജന. ആരാണോ ഈ ഗണേശനെ, ഈ ഗണപതിയെ നമസ്കരിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഏതൊരു കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോഴും കാര്യാരംഭേ എന്നാണ്. നമ്മളൊരു പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുമ്പോൾ ആദ്യം സ്മരിക്കേണ്ടതായ ദേവതയാണ് ഗണേശൻ, ഗണപതി. അതും ഇവിടെ കൽപ്പിച്ചു. എന്നിട്ടാണ് ഈ ഗജമുഖാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ ഗണേശനെ നിയോഗിച്ചു എന്നാണ്. അപ്രകാരം ഗജമുഖാസുരനെ ഗണേശൻ, മഹാഗണപതി നിഗ്രഹിക്കുന്നതായ സന്ദർഭമാണ് ഇവിടെ പിന്നീട് പറയുന്നത്. അചലം എന്ന മഹാഭൂതത്തിൻ്റെ തോളിൽ കയറി ഭൂതസേനകളാൽ ചുറ്റപ്പെട്ട് വാദ്യഘോഷങ്ങളോടുകൂടിയിട്ടാണ് മതംഗ നഗരത്തിന് സമീപം ഈ മഹാഗണപതി എത്തിച്ചേരുകയാണ്. ആ ഗണനാഥൻ്റെ വരവ് കേട്ടിട്ടാണ് ഗജമുഖാസുരനും യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. ഇവിടെ ഈ അസുരൻ പറഞ്ഞു, നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ മടങ്ങിപ്പോവൂ, നീ ചെറിയ കുട്ടിയാണ്, യുദ്ധത്തിന് സമർത്ഥനല്ല, ആയുധങ്ങളെ കൊണ്ടും എന്നെ നിഗ്രഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഗണേശൻ പറഞ്ഞു, ഇന്ദ്രാദി ദേവന്മാർക്ക് അവരുടെ ആ സ്ഥാനം മടക്കി നൽകുക, എന്നിട്ട് അഹങ്കാരമില്ലാതെ നിന്റെ ലോകത്തെ, നിന്റെ പ്രജകളെ നീ ഭരിച്ചുകൊള്ളൂ എന്നൊക്കെ ഗണേശൻ പറഞ്ഞുവെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ പിന്നീട് വലിയ യുദ്ധമാണ്. ഒടുവിൽ ആ ഗണേശ്വരൻ അസുരസേനകളെ മുഴുവനും നിഗ്രഹിച്ചു. ഏറ്റവും അവസാനത്തിലാണ് തൻ്റെ ദന്തം ഉപയോഗിച്ചെന്നാണ്, കൊമ്പുകളെ കൊണ്ടാണ്. കാരണം ആയുധം പ്രയോഗിച്ചാൽ ഏൽക്കില്ല എന്ന വരം ലഭിച്ചിട്ടുള്ള ആളാണ്. തൻ്റെ ദന്തം ഉപയോഗിച്ച് അവൻ്റെ മാറിടത്തിലെ പിളർത്തിയിട്ടെന്നാണ് ആ അസുരനെ നിഗ്രഹിച്ചു. ആ അസുരൻ തൻ്റെ ശരീരം ഉപേക്ഷിച്ചു. എന്നിട്ടാണ് മറ്റൊരു രൂപം സ്വീകരിച്ചു, ഒരു മൂഷക ശരീരത്തെ സ്വീകരിച്ചു എന്നാണ്. ആ മൂഷകനെയാണ് ഗണേശൻ തൻ്റെ വാഹനമാക്കി മാറ്റിയത് എന്ന് പറഞ്ഞു.
അത് കണ്ട് ദേവന്മാരൊക്കെ വളരെയധികം സന്തോഷിക്കുകയും പുഷ്പവൃഷ്ടി ചെയ്യുകയുമാണ്. അങ്ങനെ മൂഷകവാഹനത്തിൽ കയറി മൂഷകാരൂഢനായിട്ട് ഈ ഗജമുഖാസുരനെ നിഗ്രഹിച്ച് ആ ഗണേശൻ മടങ്ങി വരികയാണ്. ദേവന്മാരൊക്കെ സ്തുതിച്ചു. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് ആ സമയത്താണ് ഭഗവാൻ മഹാവിഷ്ണു ഈ ഗണപതിയെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആരാണോ ഷഷ്ഠി ദിവസം, ധനുമാസത്തിലെ ഷഷ്ഠി ദിവസം ഭഗവാനെ പൂജിക്കുന്നത് അവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വരമൊക്കെ അവിടെ പ്രദാനം ചെയ്തു എന്നും ഗണേശൻ. അപ്പം ഗണപതിയെ ആരാധന ചെയ്യുമ്പോൾ, വിഘ്നങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള വിഘ്നേശ്വരനെ പൂജിക്കുമ്പോൾ ദോർഭീകരണം, ഈ ഗണേശപുരാണത്തിലൊക്കെ അതിനെ വളരെ വിസ്തരിച്ചിട്ടാണ് എങ്ങനെയാണ് ഏത്തമിടേണ്ടത്, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഗണപതിയെ മാത്രമാണ് നമ്മൾ ആ രീതിയിൽ ആരാധന ചെയ്യാറുള്ളത്, ഏത്തമിടുക എന്നുള്ള ആ ഒരു രീതിയിൽ പ്രത്യേകമായിട്ട്. മറ്റുള്ള ദേവതകളുടെ മുന്നിൽ പ്രണമിക്കുന്നത് പോലെയല്ല ഗണപതിയെ നമ്മൾ ഏത്തമിട്ടിട്ടാണ് നമസ്കരിക്കുന്നത്, തൊഴുത് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഗണപതിയുടെ മുന്നിൽ അപ്രകാരം ചെയ്യുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് യോഗമാർഗം അനുസരിച്ച് യോഗ സമ്പ്രദായമാണ് എന്ന് കൂടിയിട്ട് കാണാം. ഇപ്രകാരം ആ ഗണേശ ആഖ്യാനം, അതായത് ഗജമുഖാസുരനെ നിഗ്രഹിക്കുവാൻ വേണ്ടി പാർവതീ പരമേശ്വരന്മാരിൽ നിന്ന് ആവിർഭവിച്ച ഗണപതിയുടെ ഒരു അവതാര സന്ദർഭത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. വീണ്ടും ഉപദേശം തുടരവെയാണ്, എന്താണ് ശിവമഹിമ? ഭഗവാൻ രുദ്രനാണ്, സംഹാരമൂർത്തിയാണ്, അതുകൊണ്ട് തന്നെ തമോ ഗുണപ്രധാനിയാണ് എന്നൊക്കെ ദക്ഷൻ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആ ഒരു ധാരണയെ നീക്കാൻ വേണ്ടിയിട്ടാണ് ആ ശ്രീപരമേശ്വരൻ ഗുണാതീതനാണ് എന്ന തത്വത്തെ ഇവിടെ വ്യക്തമാക്കി കൊടുത്തു. ഗുണാതീതോ മഹാദേവ കല്യാണ ഗുണഭൂഷണ അനന്തമഹിമാധാര പരം ജ്യോതി പരാൽപര സത്വം രജസ്തമശ്ചേതി ഗുണാൻ സൃഷ്ടുവാ പുരാ ശിവ രജസായോജ്യ ധാതാരം സൃഷ്ടും ലോകാൻമതിം ദദൗ സത്വേന വിഷ്ണും സംയോജ്യ പാലനായ മതിം ദദൗ അന്യൈ കർത്തും അശക്യത്വാൽ സംഹാരസ്യ സുരോത്തമൈഃ. സത്വരജസ്തമോ ഗുണങ്ങളെ സൃഷ്ടിച്ചത് അവിടുന്ന് തന്നെയാണ്. രജോ ഗുണവുമായിട്ട് ബ്രഹ്മാവിനെ യോജിപ്പിച്ചു, സത്വഗുണവുമായിട്ട് മഹാവിഷ്ണുവിനെ യോജിപ്പിച്ചു. എന്നാൽ മറ്റുള്ളവർക്ക് ദുഷ്കരമായ ദുസ്സഹമായ ഒന്നാണ് സംഹാരം. അതിൽ തമോ ഗുണത്തോടുകൂടി ഭഗവാൻ പ്രവേശിച്ചു. വാസ്തവത്തിൽ അവിടുന്ന് ഗുണാതീതനാണ്, അനന്തജ്ഞാനമാണ്, ബ്രഹ്മം തന്നെയാണ്. അപ്പം ജ്ഞാനവും അനന്തവുമായ ബ്രഹ്മമായിട്ട് വർത്തിക്കുന്നത് ആ ശ്രീപരമേശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും തമോ ഗുണപ്രധാനനായിട്ട് കണക്കാക്കരുത് എന്നാണ്. അപരിച്ഛിന്നനാണ്, അത്യന്ത പരിശുദ്ധനാണ്. ഇങ്ങനെ എല്ലാം ദധീജി ഉപദേശിച്ചുവെങ്കിലും ദക്ഷൻ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. ദക്ഷൻ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും ശരി ഞാൻ ശിവന് ഹവിർഭാഗം നൽകില്ല, പ്രദാനം ചെയ്യില്ല, രുദ്രഭാഗം കൊടുക്കില്ല എന്ന് നിശ്ചയിച്ചു. ദധീജിയെ ആ യാഗശാലയിൽ നിന്ന്
പുറത്താക്കാനാണ് ദക്ഷൻ തയ്യാറായത്.